ഇപ്പം എന്നോട് ദേഷ്യമൊന്നും കാട്ടില്ലായിരിക്കൂലേ? ഇല്ല കുട്ടിയെ. തുമ്പി ഇന്ന് സ്നേഹത്താൽ വിളിച്ചാൽ പിന്നെ ആ കൈ വെളയിൽ കൊണ്ട് നടക്കും. ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ കിട്ടുമ്പോൾ എൻ്റെ കുട്ടി ഞങ്ങളെയൊക്കെ മറക്കുമോ? എന്താ നാച്ചിയമ്മേ ഈ പറയണേ? ഞാൻ എങ്ങനെയാ? സ്വരം ഇടറി തുമ്പിയുടെ കണ്ണുകളും നിറഞ്ഞു. എന്താ മോളെ ഇത്? നാച്ചിയമ്മ ഒരു തമാശ പറഞ്ഞല്ലേ? ഇതാണോ നാച്ചിയമ്മ തമാശ? പഠിപ്പിക്കുമെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് പോലും സമ്മതിച്ചത്? ഇവിടം വിട്ടു പോകാൻ മനസ്സുണ്ടായിട്ടല്ല, എൻ്റെ അവസ്ഥ കൊണ്ടാ ഞാൻ. എന്താ മോളെ ഇത്? ഇങ്ങനെ കരയാനും വേണ്ടി മാത്രം നാച്ചിയമ്മയൊന്നും പറഞ്ഞില്ലല്ലോ. ദേ ഇങ്ങനെ തൊട്ടാവാടിയെ പോലെ നിന്നാലെങ്ങനാ? കെട്ടാൻ പോകുന്ന ചെക്കൻ IPS ഓഫീസറല്ലേ? കണ്ണു തുടയ്ക്ക്. മോളിൽ നിന്ന് നല്ലൊരു ഭാര്യയായിരിക്കണം കേട്ടോ. എനിക്ക് ചെറിയ പേടി തോന്നുന്നുണ്ട് നാച്ചിയമ്മേ. എന്തിനാ കുട്ടിയെ? എന്നാ വഴക്ക് പറഞ്ഞാലോ? പോലീസുകാർക്ക് പെട്ടെന്ന് ദേഷ്യം തോന്നൂല്ലോ. ഏയ്, മോളുടെ ചെക്കന് ദേഷ്യമൊന്നുമില്ല. ഈ തുമ്പിയെ ഹൃദയത്തിൽ കുടിയിരുത്തും. എന്നാലും ഇല്ല. മോള് കിടക്ക്. നേരം കുറേ ആയില്ലേ? നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോകണം കേട്ടോ. കണ്ണനോട് എനിക്ക് നേരിട്ട് നന്ദി പറയണം. പോകാൻ നാച്ചിയമ്മേ. എന്നാൽ കിടക്ക് മോള്. അവർ പറഞ്ഞതും തുമ്പി ബെഡിൽ കിടന്നു. പുതപ്പ് അവർക്കും മൂടിക്കൊടുത്തു. അവരും കൂടി അവൾക്ക് അടുത്തായി മലർന്നു കിടക്കുമ്പോൾ പതിവ് പോലെ വയറ്റിലൂടെ കെട്ടിപ്പിടിച്ച് അവരുടെ ശരീരത്തിനോട് അല്പം ചേർന്ന് കിടന്നു തുമ്പി. നാച്ചിയമ്മേ. 2 നിമിഷത്തെ മൗനത്തിന് ശേഷം വിളിച്ചു. തുമ്പി. എന്താ മോളെ, ഉറക്കം വരണില്ലേ? എന്തിനാ ഇപ്പോൾ ഇത്രയ്ക്ക് ആലോചിക്കാൻ? ആ ആള് പാവമായിരിക്കും ഇല്ലേ നാച്ചിയമ്മേ? ഉവ്വു കുട്ടിയെ, പഞ്ചപാവമായിരിക്കും. അവരുടെ വാക്കുകൾ കേട്ടതും തുമ്പി ആശ്വാസത്തോടെ അവളുടെ കണ്ണുകൾ മെല്ലെ അടച്ചു. നാളെ അമ്പലത്തിൽ വെച്ച് ആ പാവത്തിനെ നേരിട്ട് കാണാൻ പോകുന്ന കാര്യം അറിയാതെ.